ഓടിയിട്ട് സ്പേസ് അടി കളിയാ. നേരെ പോ. എ പ്രസ് ചെയ്ത് അങ്ങനെ ഓടി സ്പേസ് അടി. നേരത്തെ ചാടി കളിയാ. നേരത്തെ നീ തന്നെയല്ലേ ചാടിയേ? എങ്ങനെയാണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കൊന്നേ അതെ ഇത് താഴോട്ട് പോകുമ്പോഴേ അന്നേരം സ്പേസ് അടിച്ചു നോക്കാം. മീൻ സ്പേസ് അടിക്കുമ്പോഴല്ലേ പൊങ്ങുന്നത്? എടാ സ്പേസ് അടിക്കുമ്പോ ഇതാ സംഭവിക്കണേ ഇപ്പൊ. ഇതെന്താ മേലോട്ട് പോകുന്നത്? അത് അപ്പൊ എന്താന്ന് വെച്ചാ ചിലപ്പോ ആ മിഡ് എയറിൽ ചെയ്യണം. അതായത് താഴോട്ട് പോകണം. ഇവിടുന്ന് എടുത്ത് താഴോട്ട് പോകും. താഴോട്ട് പോകും. നേരെ എന്ത് അങ്ങ് പോയിട്ട് താഴോട്ട് വീഴുമ്പോ അങ്ങനെ പറ്റത്തില്ല. ഒരു സ്പേസ് നിൽക്കുമ്പോഴേ അത്ര മുകളിലോട്ട് പോകും. ഒരു സ്പേസ് ഞെക്കണ്ട കേട്ടോ. അതായത് ജസ്റ്റ് എ ഞെക്കി അങ്ങ് ഓട്. എ ഞെക്കി ഓടിയിട്ട് താഴോട്ട് പോകുമ്പോ സ്പേസ് അത്ര അങ്ങനെ അടിച്ചോണ്ട് പോയിട്ട് സ്പേസ് അടി അങ്ങനെ അടിച്ചിട്ട് കണ്ടല്ലോ. അടുത്ത സ്പേസ് ഇങ്ങോട്ട് താഴോട്ട് വരണം. സൂപ്പർ കളിയാ. ഏതാ താഴോട്ട് മതി. പോയിട്ട് സ്പേസ് അളിയാ എ പ്രസ് ചെയ്ത് ടെൻഷൻ ആക്കലടാ പ്ലീസ്. നാളെ ബ്രെയിൻ ഒരു കളയപ്പില്ല. അളിയ സ്പേസ് പ്രസ് ചെയ്ത് ആ സ്വിച്ചിൽ ചാടും. ക്യാരക്ടർ കാണുന്നില്ല. അതുപോലെ തിരിച്ചു ചെയ്യണം കേട്ടോ. മേലിരിക്കുന്ന ടോപ്പിൽ സ്പേസ് പ്രസ് ചെയ്ത് അതിൽ പോണം. മനസ്സിലായി? ഏതില്? ഇനി ഇവിടുന്ന് പറഞ്ഞല്ലോ ദൈവമേ. അയ്യോ ചെക്ക് പോയിന്റ് ഇല്ല കേട്ടാ. അപ്പൊ ഇതൊക്കെ മറന്നു പോകും. ഉറപ്പാ ഇത് മറന്നു പോയത്. ഒരുത്തൻ ചാറ്റിൽ അണ്ണാ ഡോർ റൈറ്റിലോട്ടൊന്ന് പോയി. ആ റൈറ്റ് ഡോർ വഴി നേരെ പോയി. ശരിയല്ലേ? അതിനാണ് ഈ പീസ് അടിച്ചങ്ങ് പൊട്ടിച്ചതാണ്. അതാണ് ഇത്രയും കളിച്ചുകൊണ്ടായിരുന്നു. അല്ല എവിടെയെങ്കിലും എത്തിയ പറ്റും. അങ്ങനെ പറ്റുമോ? ഞാൻ പറയാം. ഇല്ല പറ്റൂല. അങ്ങനെ പറ്റൂല. മിഡ് എയർ ചെയ്യാൻ പറ്റൂല. പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. അവൻ അത്ര മണ്ടനല്ലെന്ന് കേട്ടോ. കറക്റ്റ് പെർഫെക്റ്റ്.